ഗ്ലോബൽ മീഡിയ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതായത് നസറുള്ള, അതേപോലെ തന്നെ ഹിസ്ബുള്ളയുടെ ഓരോ സീനിയർ കമാൻഡേഴ്സ്, അതായത് സെക്കൻഡ് സ്റ്റേജിലുള്ള തേർഡ് സ്റ്റേജിലുള്ള കമാൻഡേഴ്സ്, അതേപോലെ തന്നെ ഇവര് സ്റ്റോർ ചെയ്തിരിക്കുന്ന വെപ്പൺസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ബങ്കറുകൾ ഇത്ര കൃത്യമായിട്ട് എങ്ങനെ അറ്റാക്ക് ചെയ്തു? നസറുള്ള എന്ന് പറയുന്ന ആള് ലോകത്തെവിടെയും പുറത്തു വരുന്നില്ല, വീഡിയോ ക്ലിപ്സ് എടുക്കുന്നു, അതിനുശേഷം അത് പബ്ലിഷ് ചെയ്യുന്നു. ഇതാണ് സ്ഥിരമായിട്ട് ചെയ്യുന്നത്. കാരണം അയാൾക്കറിയാവുന്നതും ഹിസ്ബുള്ളയ്ക്ക് അറിയാവുന്ന സംഭവമാണ്, ഏതെങ്കിലും സമയത്ത് ഇസ്രായേലിനെ കിട്ടിയാൽ തട്ടും. അപ്പൊ എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് ഹിസ്ബുള്ളയുടെ അകത്തോട്ട് ഈ മൊസാദ് എങ്ങനെ പെനട്രേറ്റ് ചെയ്ത് ചോദ്യമായത്? കാരണം ഞാൻ ഇന്ന് രാവിലെയാണ് കൺഫേം ചെയ്യുന്നത് നസറുള്ള പടമായ കാര്യം. ഞാൻ അതിനെപ്പറ്റി ആദ്യമായിട്ട് ഞാനൊരു ഒരു അനാലിസിസ് വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ഇത്രമാത്രം പെനട്രേറ്റ് ചെയ്ത് അകത്തോട്ട് കടന്നു കയറിയിട്ട് ഇത്ര കൃത്യമായിട്ട് വിവരങ്ങൾ, ഇത് ഫിസിക്കലായിട്ടേ പറ്റത്തുള്ളൂ. ഇപ്പം ഇലക്ട്രോണിക്സ് രീതിയിലും എയർ സർവൈലൻസ് ആണെങ്കിൽ അതിനൊക്കെ വളരെ പരിമിതികളുണ്ട്. ഇത് ഹ്യൂമൻ സംഭവമാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. അപ്പോഴാണ് ഒരു വെബ്സൈറ്റ്, ലെബനിലുള്ള ഒരു വെബ്സൈറ്റ് അതിന്റെ ലിങ്ക് എനിക്ക് അയച്ചത്. പിന്നീട് അത് നോക്കിക്കഴിയുമ്പോൾ അത് കാണാനുമില്ല. അപ്പൊ അതിൽ നിന്ന് വായിച്ചപ്പോഴാണ് ഒരു കാര്യം കൃത്യമായിട്ട് പിടികിട്ടിയത്. എന്താണ് മൊസാദ് ചെയ്തത്? അതായത് അവര് പെണ്ണുങ്ങളെ പ്ലാൻ ചെയ്തു, അതിസുന്ദരികളായ പെണ്ണുങ്ങളെ. കാരണം നേരത്തെ മൊസാദ് ഇത് ചെയ്യുന്ന ഒരു കൂട്ടരായിരുന്നു. കാരണം സ്പൈ വർക്കിന് പെണ്ണുങ്ങളെ പ്ലാൻ ചെയ്യും. അപ്പം അതിനകത്ത് പറയുന്നത് ഈ നസറുള്ളയുമായിട്ട് നേരത്തെ കണക്ഷൻ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ, അവർ ഈ മറ്റേ ചാക്കും പറഞ്ഞതൊക്കെ ഇട്ടിട്ട് വരുന്നതാണ്. അപ്പൊ അവിടെ ഇസ്ലാമിക് സെമിനാരിയിലൊക്കെ പഠിച്ചതാ. അപ്പൊ അവര് ഇടയ്ക്ക് ഹിസ്ബുള്ളയ്ക്ക് ഈ ഇസ്ലാമിക് ക്ലാസ്സുകളും സംഭവങ്ങളൊക്കെ എടുക്കാറുണ്ട്. പൂർണ്ണമായിട്ടും ഇസ്രായേലിനെ തെറിവിളിച്ചുകൊണ്ടാണ് ഇവരെല്ലാം ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഓപ്പറേഷൻ നടക്കുമ്പോൾ, അതായത് ഹിസ്ബുള്ളക്കെതിരെയുള്ള ഓപ്പറേഷൻ, അവരുടെ കമാൻഡേഴ്സിനെയും ഇറാനിൽ നിന്ന് വന്ന കമാൻഡേഴ്സിനെ കൊല്ലുന്ന സമയത്ത് ഈ സ്ത്രീ എപ്പോഴും നസറുള്ളയുടെ കൂടെയുണ്ട്. അതായത് ഏറ്റവും പ്രധാന പ്രശ്നം പറയാം, ഈ സ്പൈ ഓപ്പറേഷനിലാണെങ്കിലും മറ്റുള്ള ഓപ്പറേഷൻ്റെ അകത്ത് സ്ത്രീകളെ ഉപയോഗിക്കുന്നത് പൊതുവെ ഒരു നോർമൽ പ്രൊസീജിയറാണ്. പക്ഷെ ഈ സ്ത്രീകൾക്ക് എങ്ങനെ ഇവരുമായിട്ട് ഇത്രമാത്രം കോൺഫിഡൻസും റിലേഷൻഷിപ്പും ഉണ്ടാക്കാൻ പറ്റും, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ഈ സ്ത്രീയിൽ കൂടിയാണ് ഈ കംപ്ലീറ്റ് സാധനം, നസറുള്ളയുടെ കംപ്ലീറ്റ് സാധനം, അവരുടെ കമാൻഡേഴ്സ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, അവരുടെ എവിടൊക്കെയാണ് ഈ സ്റ്റോക്ക് പൈൽ ചെയ്ത് അവരുടെ വെയർഹൗസ്, അതായത് വെപ്പൺസ് വെച്ചിരിക്കുന്നത്, അവരുടെ വീക്ക്നെസ് മുഴുവനും ഡേറ്റ, ഫിസിക്കൽ ഡേറ്റ ഈ സ്ത്രീയിൽ കൂടെയാണ് മൊസാദിന് കിട്ടുന്നത്. അതായത് മൊസാദ് പ്ലാന്റ് ചെയ്തതായിരുന്നു ഈ സ്ത്രീയെ അവിടെ. പിന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നമുണ്ടല്ലോ, ഇവർക്ക് സ്ത്രീകൾ ഏറ്റവും വലിയ വീക്ക്നെസ്, അറബ് വേൾഡിലും പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിറ്റിക്ക്. അത് അവരുടെ മതപുസ്തകത്തിൽ കൂടെ തന്നെയാണ് ഇത് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. കാരണം ഇവർക്ക് സ്ത്രീകൾ ഇഷ്ടം പോലെ സ്ത്രീകളെ ആകാം. ഇപ്പം ഈ ഹിസ്ബുള്ള എന്ന് പറഞ്ഞൊരു മിലിറ്റന്റ് ഓർഗനൈസേഷനാണ്. പക്ഷെ സ്ത്രീകളെ കണ്ട് ഇത് മുഴുവൻ ഒലിച്ചു പോകും. എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഇതാണ് ബേസിക്കലി ഉണ്ടായത്. ഇപ്പൊ ഹമാസിന്റെ കാര്യമാണെങ്കിലും മറ്റുള്ള മിലിറ്റന്റ് ഓപ്പറേഷൻ ആണെങ്കിലും ഈ അറബ് മേഖലയിലുള്ള സൈനികരും, ഇൻക്ലൂഡിങ് ഇറാൻ പോലും, ഇറാഖ് പോലും, അവർക്ക് ഏറ്റവും പ്രശ്നമുള്ളത് ഈ സ്ത്രീകളുമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പം ഈ ഒരു ഇസ്ലാമിക് രീതിയിൽ വരുന്നൊരു സ്ത്രീയെ ഈ നസറുള്ള അദ്ദേഹത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ തൊട്ടപ്പുറത്തായിട്ടാണ് താമസിപ്പിച്ചിരുന്നത്. അപ്പം ഈ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പല ആവർത്തി. കാരണം പല ആൾക്കാരും ഈ പത്രക്കാരും ഒക്കെ ഇവരൊക്കെ ഈ പത്രക്കാരുമായിട്ട് ഒരുപാട് നല്ല ലോഹ്യത്തിലാണ് ഈ നസറുള്ള ഉണ്ടായിരുന്നത്. അപ്പൊ ഈ സ്ത്രീ അവിടെ കാണുമായിരുന്നു പലപ്പോഴും. അപ്പൊ അതിനുശേഷം ഈ സംഭവം നടക്കുന്നു. പക്ഷെ ഈ സ്ത്രീ സംഭവം നടക്കുന്ന സമയത്ത് ഈ സ്ത്രീ ആ കോമ്പൗണ്ടിലില്ല. അതിനുശേഷം ഈ സ്ത്രീ അവിടെ തിരിച്ചു വരുന്നു, ബോംബിങ് കഴിഞ്ഞിട്ട് വന്നിട്ട് അവരുടെ മൊബൈലിൽ ഈ ഫോട്ടോ എടുത്തിട്ട് ഈ സ്ത്രീ അപ്രത്യക്ഷമാവുകയാണ്. എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയത്തില്ല. അതായത് വീണ്ടും പറയുന്നു, അറബ് ലോകത്ത്, പ്രത്യേകിച്ച് ഇസ്ലാമിക് ലോകത്ത് ഏറ്റവും വലിയ വീക്ക്നെസ് ആണ് സ്ത്രീകൾ. അതിനെ ഉപയോഗിച്ച് തന്നെയാണ്
ഇസ്രായേൽ ഇവിടെ പെനട്രേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഓരോ ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കുക, ഓരോരുത്തരെയും തട്ടുന്നതിന്റെ പിൻ പോയിന്റ് ചെയ്താണ് ഓരോരുത്തരും ബോംബിങ് നടത്തിയിരിക്കുന്നത്. അത് പ്രിസിഷനായിട്ട്, കാരണം ഒരെണ്ണം പോലും വേസ്റ്റ് ആക്കിയില്ല. ആരെവിടെ പോകുന്നു അതിന്റെ കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്നു, അവരുടെ മൂവ്മെന്റ് കൊടുക്കുന്നു. കാരണം നസറുള്ള കമാൻഡ് ഹെഡാണ്, അതിന്റെ സെക്രട്ടറി ജനറലാണ്. അപ്പൊ അയാളാണ് മുഴുവനും നിയന്ത്രിക്കുന്നത്. ആ രീതിയിൽ പോയി കഴിയുമ്പോഴാണ് മുഴുവനും, അതായത് ഒരു സ്ത്രീ മുഖാന്തരമാണ് ഇതിൻ്റെ അകത്ത് കയറി മൊസാദ് ഈ മുഴുവനും സംഭവം ചെയ്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ പ്രശ്നമുണ്ടായിട്ടുണ്ട് ഇറാനിലും. കാരണം ഇറാന്റെ പട്ടാളത്തിനകത്തും അവർ റിപ്പബ്ലിക്കൻ ഗാർഡിനകത്തും അവരുടെ മിനിസ്ട്രിക്കകത്തും ഇതേപോലെ തന്നെ ചാരപ്രവർത്തനകത്ത് കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേലിന് മുഴുവൻ ഇൻഫർമേഷൻ ഓരോന്നായിട്ട് കിട്ടുന്നത്. നിങ്ങൾ അറിഞ്ഞു കാണും, കൊമേനിയും റിപ്പബ്ലിക്കൻ ഗാർഡിന്റെ കമാൻഡേഴ്സും ഒളിവിൽ പോയേക്കുക. ആർക്കും പേടിയായി പോയി. കാരണം നസറുള്ളയുടെ കൂടെ സീനിയർ ഡെപ്യൂട്ടി കമാൻഡർ IRG റിപ്പബ്ലിക്കൻ ഗാർഡിന്റെ ആൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു അറബ് മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നം, അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് സ്ത്രീ, രണ്ട് സ്വർണം. കാരണം ഇവര് സ്വർണത്തിന് വേണ്ടി എന്തും ചെയ്യും. മൂന്ന് പണം. കാരണം ഒരു പ്രൊഫഷണൽ ഫോഴ്സ്, അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന പ്രൊഫഷണൽ ഫോഴ്സ് ആണ്. അപ്പൊ ആ ഫോഴ്സിനകത്ത് ഈ മൊസാദ് ആണെങ്കിലും IDF ആണെങ്കിലും അവർ വളരെ പ്രൊഫഷണലാണ്. ഇതേപോലുള്ള സംഭവങ്ങൾ എപ്പോഴും കണ്ട് ലൂറിങ് ആയിട്ടും പ്രൊവോക്കേറ്റീവ് ആയിട്ടും സംഭവങ്ങൾ ഉണ്ടാകും. ഇതിനകത്ത് ഇതിൻ്റെ ഒരു ബയോളജിക്കൽ സംഭവം പറയാം. ഇതിൻ്റെ അകത്ത് അത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഞാൻ ആലുവയിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരിക്കലും ലുലുവിൽ പോയി. ഇപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഷോപ്പിംഗ് കഴിയുമ്പോൾ ലുലുവിൻ്റെ പുറകിലുള്ള ഹോട്ടലിൽ എടുത്ത് കഴിഞ്ഞപ്പം കുറച്ച് പേര് 4-5 ചെറുപ്പക്കാർ, എന്ന് വെച്ചാൽ ടീനേജാണ്. അവരോട് ഇങ്ങനെ കത്തിയൊക്കെ വെക്കുന്നു, സംസാരിക്കും. ഞാനൊരു സീറ്റ് വിളിക്കാൻ വേണ്ടി പോയത്. അപ്പൊ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇവിടെ സാധനമൊക്കെ മേടിക്കാം? അവർ വന്ന് പറഞ്ഞ സാധനമല്ല, മലപ്പുറത്തു നിന്ന് വന്ന് അവർ ലുലു മാള് കാണാൻ വന്നത്. ഞാൻ പറഞ്ഞു, ഈ സാധനങ്ങളൊക്കെ കോഴിക്കോട് ഇവിടെയൊക്കെ അവൈലബിൾ ആണ്, ഇവിടെ വരാൻ കാരണം അപ്പൊ ആ 2-3 ചെറുപ്പക്കാർ ഒരേപോലെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഞങ്ങളുടെ നാട്ടിലെല്ലാം പൊതിഞ്ഞ് ചാക്കായിട്ട് കൊണ്ടു കിടക്കുക, ആർക്കും ആരെയും കാണാൻ പറ്റത്തില്ല. അപ്പൊ ഇത് കാണാൻ വേണ്ടിയാണ് അങ്ങോട്ട് വന്നത്. ആ പോയിന്റ് ആലോചിക്കണം, വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതുപോലെ ബാംഗ്ലൂർ സിറ്റിയിലാണെങ്കിൽ മറ്റുള്ള സിറ്റിയിലാണെങ്കിലും ഈ സ്ത്രീകൾ അവിടെ ഉണ്ടെങ്കിൽ വളരെ വളരെ ഫാഷനും പരിപാടി ഇത് കാണാൻ വേണ്ടി ഏറ്റവും കൂടുതൽ വടക്കനും മലബാറിൽ നിന്നാണ് ഇവിടെ കാണാൻ വരുന്നത്. കാരണം ഈ സാധനം അവിടെ ഒരു ബയോളജിക്കൽ സംഭവമാണ്. ഇതെല്ലാം കൂടെ പൊതിഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുക. ഇതിനെ സത്യം പറഞ്ഞ ലോകം മുഴുവനും മുതലാക്കുകയാണ്. അതാണ് ഈ അറബ് വേൾഡിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു രസകരമായ ഒരു കഥ പറയാം. ഈ പല എയർക്രാഫ്റ്റിന്റെയും വെപ്പൺസിന്റെ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യയിൽ നിന്ന് പല പട്ടാളക്കാരും അമേരിക്കയിൽ പോയി. ഇവന്മാരവിടെ മുഴുവൻ ലാസ് വെഗസിലാണ്, കാലിഫോർണിയയിലെ നവാഡ സ്റ്റേറ്റിൽ പോയത്, അവിടെ ബേസിൽ ട്രെയിനിങ്ങിന്. ഇവന്മാരവിടെ ട്രെയിനിങ്ങിനൊന്നും പോകത്തില്ല. 24 മണിക്കൂർ അവിടെ ലാസ് വെഗാസിൽ പെണ്ണുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ തിരിച്ചു വന്ന് ഇവര് പാട്രിയോട്ട് മിസൈൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവിടെ തന്നെ പൊട്ടിത്തെറിച്ച് ചാവുക. ഇതുണ്ടായ സംഭവമാണ്. ഇത് അമേരിക്കയിൽ ഒരു പത്രം റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം ഇവരുടെ ഒരു വീക്ക്നെസ് ആണ് പെണ്ണുങ്ങൾ എന്ന് പറയുന്നത്. പെണ്ണിനെ എവിടെ കണ്ടാലും ഇവർക്ക് പ്രശ്നമാണ്. അതാണ് ഇവിടെ പ്രശ്നമുണ്ട്. ഇത് തന്നെയാണ് ഇവിടെ മിലിറ്റന്റും ടെറർ ഓർഗനൈസേഷൻ ആണെങ്കിലും പല അറബ് രാജ്യങ്ങളുടെയും പ്രശ്നം. ഇവർക്ക് പെണ്ണൊരു വലിയ വിഷയമാണ്. രണ്ടാമത്തെ വിഷയം സ്വർണം, പിന്നെ പണം. അതിൻ്റെ അകത്ത് ഈ പ്രൊഫഷണലിസം പൂജ്യമായിട്ട് മാറും. അല്ലെങ്കിൽ ഹിസ്ബുള്ള പോലൊരു മിലിറ്റന്റ് ഓർഗനൈസേഷനിൽ ഇത്രയും എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇവരതിൻ്റെ പുറകെ പോയി. അതായത് ഇനി ഒരു 10-20 വർഷം കഴിയുമ്പോൾ ഹോളിവുഡിൽ ഉണ്ടാകുന്ന സിനിമയായിരിക്കും എങ്ങനെയാണ് നസറുള്ളയെ തീർത്തത്. അതിനകത്ത് ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് വരും. വരാനുള്ള ദിവസങ്ങളിലും എങ്ങനെയാണ് പെനട്രേഷൻ നടന്നത് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് എത്രയോ സത്യമായിരുന്നു എന്ന്.